പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 187 വചനം, നോമ്പിൻ്റെ വിധി വിലക്കുകളുമായി ബന്ധപ്പെട്ട വചനം, അതാണ് പഠിച്ചു വരുന്നത്. 187 വചനത്തിൽ അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന ഭാഗം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. അതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖ്റബൂഹ കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. തിൽക ഹുദൂദുല്ലാഹ്, ഇവിടെ തിൽക എന്നുള്ളത് ഇസ്മുൽ ഇഷാറയാണ്. ഇസ്മുൽ ഇഷാറ, ലാം ഇസ്മുൽ ഇഷാറ ലിൽ ബഈദ്, വിദൂരത്തേക്ക് ഇഷാറത്ത് ചെയ്യാൻ. കാഫ് ഹാഫ് കാഫുൽ ഖിതാബ്. ഇവിടെ തിൽക, ഇവ, ഹുദൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹദ്ദുകളാണ് എന്നാണ് ഉദ്ദേശം. നമ്മൾ പറഞ്ഞു തിൽക എന്നുള്ളത് വിദൂരത്തേക്ക് ചൂണ്ടാനാണ്. അപ്പം അത്, അവ എന്ന അർത്ഥം തരുന്നതാണ് ഈ ഇസ്മുൽ ഇഷാറ. എന്തിനാണ് ഹാദിഹി എന്ന് പ്രയോഗിക്കേണ്ടടുത്ത് തിൽക പ്രയോഗിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷാറത്ത് ചെയ്യുന്ന ഈ ആയത്തിൽ മുൻകടന്ന വിധികൾ, വിലക്കുകൾ, കൽപ്പനകൾ, വിരോധങ്ങൾ, അവ മഹനീയമാണ്, ആദരണീയമാണ് എന്നത് ദ്യോതിപ്പിക്കാനാണ് ഹാദിഹി പ്രയോഗിക്കേണ്ടടുത്ത് തിൽക പ്രയോഗിച്ചത്. ഈ പ്രയോഗം, സമാനമായ പ്രയോഗങ്ങൾ ഇതിനു മുമ്പ് നമുക്ക് വന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചു പോയതാണ്. തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹദ്ദുകൾ. ഇവിടെ ഹുദൂദ് എന്താണ്? ഹുദൂദ്, ഹദ് എന്നതിൻ്റെ ബഹുവചനമാണ് ഹുദൂദ്. ഹദ് എന്നാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അൽമന, തടയുക, വിലങ്ങുക എന്നൊക്കെ അർത്ഥത്തിലാണ് ഹദ് പ്രയോഗിക്കുക. അപ്പോൾ ഹുദൂദ് എന്ന് പറഞ്ഞാൽ അൽമവാനിയ, തടസ്സങ്ങൾ, പാടില്ലാത്ത കാര്യങ്ങൾ, നിഷിദ്ധങ്ങൾ എന്നൊക്കെ ഉദ്ദേശം. ഹദ്ദാദ് എന്ന് പറയും. ബവ്വാബിനും സജ്ജാനിനും. ബവ്വാബ് എന്ന് പറഞ്ഞാൽ പാറാവുകാരൻ, വാതിൽക്കൽ കാവൽ നിൽക്കുന്നവൻ. സജ്ജാൻ എന്ന് പറഞ്ഞെങ്കിൽ ജയിലിന് കാവൽ നിൽക്കുന്നവൻ. എന്താ രണ്ടാളുടെയും തൊഴിൽ? ബവ്വാബ് വാതിലിൽ കാവൽ നിൽക്കുന്നവൻ, പ്രവേശിക്കുന്നവനെ തടയും. സജ്ജാൻ അപ്രകാരം ജയിലിലടക്കപ്പെട്ടവനെ പുറത്ത് കിടക്കുന്നതിനെ തൊട്ട് തടയും. ദുഖൂലിനെ തൊട്ട് തടയും ബവ്വാബ്, ഖുറൂജിനെ തൊട്ട് തടയും സജ്ജാൻ. അതുകൊണ്ടാണ് ഇവർക്ക് ഹദ്ദിൽ നിന്നുള്ള ഹദ്ദാദ് എന്ന പേര് വെക്കപ്പെട്ടത്. ഹദീദ് എന്ന് പറയും ഇരുമ്പിന്, ഇതിൽ നിന്ന് വിൽപ്പന്നാണ്. ഹദ്ദിൽ നിന്ന് ഹദീദ്, ശത്രുക്കളിൽ നിന്ന് പ്രതിരോധം തീർക്കാൻ ഉപകരണങ്ങൾ ഇരുമ്പിൽ നിന്ന് നിർമ്മിക്കുന്നതിനാലാണ് ഇരുമ്പിന് ഹദീദ് എന്ന് പറയപ്പെട്ടത്. നിർവചനത്തിന് ഹദ് എന്ന് പറയും. നിർവചനം, ഒരു സംഗതിയെ നിർവചിക്കുമ്പോൾ ആ നിർവചനത്തിന് ഹദ് എന്ന് പറയും. അതെന്തുകൊണ്ട്? നിർവചനം ജാമ്യവും മാനിയവുമായിരിക്കണമെന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിർവചനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്കൊന്ന് ഒരാശയം ചെലുത്താനുമില്ല, അതിൽ ഏറെ ഉണ്ടായിട്ട് അതിൽ നിന്നൊരാശയത്തെ മാറ്റാനുമില്ല. ജാമ്യവും മാനിയ. അതുകൊണ്ടാണ് നിർവചനങ്ങൾക്ക് ഹദ് എന്ന അറബി ഭാഷയിൽ പറയുന്നത്. ഇദ്ദയിലിരിക്കുന്ന സ്ത്രീകൾ അവർ ഇഹ്ദാദിലാണെന്ന് പറയും. ഇഹ്ദാദ് എന്ന് പറഞ്ഞാൽ അഹദ്ദത്തിൽ മർഅ, സ്ത്രീ ഇദ്ദയിൽ ഇഹ്ദാദ് ആചരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പുനർവിവാഹത്തെ ആ സമയം വിസമ്മതിച്ച് അലങ്കാരങ്ങളും ചമയങ്ങളും തനിക്ക് വിലങ്ങി കഴിയുന്നതിനാലാണ് അങ്ങനെ ഇദ്ദ ആചരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. ഏതായാലും ഞാനിതൊക്കെ പറഞ്ഞത് ഈ ഭാഷ പ്രയോഗത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനാണ്. ഹദ് എന്ന് പറഞ്ഞാൽ വിലങ്ങുക, തടയുക എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് ഹുദൂദ്. തിൽക ഹുദൂദുല്ലാഹ്, ഇവ അള്ളാഹുവിൻ്റെ ഹദ്ദുകളാകുന്നു. അള്ളാഹുവിൻ്റെ ഹദ്ദുകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം അൽ അവാമിറു വൻ നവാഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ,
അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ. ഇതാണ് അള്ളാഹുവിൻ്റെ ഹദ് കൊണ്ട് ഉദ്ദേശം. അള്ളാഹുവിന് 2 തരം ഹദ്ദുകളുണ്ട്. ആ 2 തരം ഹദ്ദുകൾ ഏതെല്ലാം? ഒന്ന് ഹുദൂദുൽ ഹറാം, ഹറാമിൻ്റെ ഹദ്ദുകൾ, ഹറാമിൻ്റെ ഹദ്ദുകൾ. മറ്റൊന്ന് ഹുദൂദുൽ ഹലാൽ, ഹലാലിൻ്റെ ഹദ്ദുകൾ. ഹദ്ദുൽ ഹറാം എന്നാൽ അതിനെക്കുറിച്ച് പറയും, ഈ ഹദ്ദുകൾ തംനഉ മൻ കാന ഖാരിജഹ മിനദ് ദുഖൂലി ഫിഹ, ഈ ഹദ്ദുകൾക്ക് പുറത്തുള്ളവർ അതിൽ പ്രവേശിക്കുന്നതിനെ തടയും. അതാണ് നിഷിദ്ധങ്ങൾ. ഹദ്ദുൽ ഹറാം, ഈ ഹദ്ദുണ്ടല്ലോ, അതിന് പുറത്തുള്ളവരെ അതിൽ പ്രവേശിക്കുന്നതിനെ തടയും. പ്രവേശിക്കുന്നതിന് മാത്രമല്ല, അതിനോട് അടുക്കുന്നതിനെ തടയും. അതാണ് ഇവിടെ ഫലാ തഖ്റബൂഹ, നിങ്ങൾ ഈ ഹദ്ദുകളോട് അടുക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖ്റബൂഹ, ഹറാമാകുന്ന അള്ളാഹുവിൻ്റെ ഹദ്ദുകൾ, ഉദ്ദേശം നിഷിദ്ധങ്ങൾ. ഈ ഹദ്ദുകൾ തംനഉ മൻ കാന ഖാരിജഹ മിനദ് ദുഖൂലി ഫിഹ, അതിന് പുറത്തുള്ളവർ അതിൽ പ്രവേശിക്കുന്നതിനെ തടുക്കും. അതാണ് നിഷിദ്ധങ്ങൾ. പ്രവേശിക്കുന്നത് മാത്രമല്ല, പിന്നെ അതിനോട് അടുക്കുന്നത് തടുക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വകുപ്പിൽ ഹദ്ദുൽ ഹലാൽ, ഹുദൂദുൽ ഹലാൽ, ഹലാലിൻ്റെ ഹദ്ദുകൾ. അതാണ് അൽ വാജിബാത്ത്, നിർബന്ധ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ. ഈ ഹദ്ദുകളെ കുറിച്ച് പറയും, ഹുദൂദുൻ തംനഉ മൻ കാന ഫീഹ മിനൽ ഖുറൂജി മിൻഹ, അതിലുള്ളവർ അതിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനെ തടയും. അതിലെത്തിയവർ അതിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനെ തടയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതും പറഞ്ഞിട്ടുണ്ട്. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹ, ഇവ അള്ളാഹുവിൻ്റെ ഹദ്ദുകളാകുന്നു. ഫലാ തഅതദൂഹ, നിങ്ങൾ അത് മറികടക്കരുത്. ഫലാ തഅതദൂഹ, വിശുദ്ധ ഖുർആനിൽ ഈ 2 വകുപ്പിൽപ്പെട്ട ആയത്തുകളുണ്ട്. ഇവിടെ സൂറത്തുൽ ബഖറയിൽ 187 ആയത്ത് തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖ്റബൂഹ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ വരും പഠിക്കാൻ തലാഖും ഖുൽഉമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങളിൽ തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹ, തിൽക ഹുദൂദുല്ലാഹ്, അവിടെ 229 ആയത്തിൽ ഫലാ തഅതദൂഹ എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അതിനെ മറികടക്കാൻ പാടുള്ളതല്ല, അതിന് വിടാൻ പാടുള്ളതല്ല. അത് ഈ ഹുദൂദുൽ ഹലാൽ അതാണ്. അപ്പോൾ പ്രവേശിച്ചത് വിട്ടുകടക്കാൻ പാടില്ലാത്ത ഹദ്ദുകളുണ്ട്. അതാണ് വാജിബാത്ത്, നിർബന്ധ കാര്യങ്ങൾ, കൽപ്പനകൾ. അതിർ ലംഘിക്കാൻ പാടുള്ളതല്ല. എന്നാൽ പ്രവേശിക്കാൻ പാടില്ലാത്തത്, അങ്ങനെയുള്ള ഹദ്ദുകളുണ്ട്. അതാണ് ഹദ്ദുൽ ഹറാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തിൽക ഹുദൂദുല്ലാഹ്, ഇവകൾ അള്ളാഹുവിൻ്റെ ഹദ്ദുകളാകുന്നു. ഫലാ തഖ്റബൂഹ, ഇവിടെ ഫൗ തഫ്രീഅ് അല്ലെങ്കിൽ ഫൗൽ ഫസീഹ, അള്ളാഹുവിൻ്റെ ഹദ്ദുകളാണ് ഇവ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ലാ തഖ്റബൂഹ, എന്താ ലാ എന്നുള്ളത് നാഹിയാണ്, വിരോധിക്കാനാണ്. ലാ തഖ്റബൂഹ, ആ ഹദ്ദുകളോട് നിങ്ങൾ അടുത്തു പോകരുത്, ഹദ്ദുകളോട് നിങ്ങൾ അടുത്തു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇവിടെ തിൽക ഹുദൂദുല്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഹദ്ദുകൾ എന്തൊക്കെയാണ്? നോമ്പിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് കഴിഞ്ഞു പോയത്. അതിൽ കൽപ്പനകളുണ്ട്, അതിൽ വിരോധങ്ങളുമുണ്ട്. പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. നോമ്പ് കൊണ്ട് കൽപ്പിച്ചു, നോമ്പിൽ പല വിഷയങ്ങളും അല്ലാഹു കൽപ്പിച്ചു. പിന്നെ വിലക്കുകൾ ധാരാളം വന്നു. വിശിഷ്യ നമ്മുടെ ഈ 187 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിലക്കുകൾ, ഫലാ തുബാശിറൂഹുൻ വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന് പറഞ്ഞു. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൽപ്പനകൾ, അതേപോലെ വിലക്കുകൾ, ഇതൊക്കെ പറഞ്ഞു. നോമ്പിൻ്റെ രാവിൽ കുലു വഷ്റബു ഫൽ ആൻ ബാഷിറൂഹുൻ കൽപ്പനകൾ. അതേപോലെ തന്നെ ഇത്തികാഫിലിരിക്കുകയാണ് എങ്കിൽ നോമ്പിൻ്റെ രാവിലും പകലിലും ഫലാ തുബാശിറൂഹുൻ, മുബാശറ പാടില്ല എന്ന് പറഞ്ഞു. സുമ്മ അതിമു സിയാമ ഇലല്ലൈൽ എന്ന കൽപ്പനയിലൂടെ നോമ്പിൻ്റെ പകലിൽ തിന്നരുത്, കുടിക്കരുത്, ഭോഗിക്കരുത്, ഇങ്ങനെ
വിലക്കുകൾ പറഞ്ഞു. അപ്പോൾ ഈ പറയപ്പെട്ട കൽപ്പനകൾ, വിരോധങ്ങൾ, അതൊക്കെ തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹദ്ദുകളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഫലാ തഖ്റബൂഹ, നിങ്ങൾ അതിൽ വിലക്കുകൾ, അതിനോട് നിങ്ങൾ അടുത്തു പോകരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ ശൈലി, ഫലാ തഫ്അലൂഹ, നിങ്ങളത് ചെയ്യരുതേ എന്നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പിന്നെയോ നിങ്ങളത് ചെയ്യാൻ അടുത്തു പോകരുത് എന്നാണ്. അപ്പോൾ അടുക്കരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്നുള്ളത് നന്നേ വ്യക്തം. സദ്ദു ദറാഇഅ, പഴുതുകൾ അടക്കുക എന്നൊരു തത്വം നമ്മുടെ ദീനിൽ അടിസ്ഥാനമാണ്. തെറ്റുകളോട് അടുക്കുവാനുള്ള ആ അവസ്ഥ വരെ വിലക്കപ്പെട്ടതാണ്. ലക്ഷ്യങ്ങളുടെ വിധി മാർഗങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ്. നിഷിദ്ധങ്ങളുടെ വിഷയത്തിലൊക്കെ പലതും നമ്മൾ വായിക്കുമ്പോൾ വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. വലാ തഖറബു മാലൽ യതീം, യതീമുകളുടെ സ്വത്തിനോട് അടുക്കരുത്. ആദം ഹവ്വ ദമ്പതികളോട് പറഞ്ഞില്ലേ, വലാ തഖറബ ഹാദിഹി ഷജറ, നിങ്ങൾ ഈ വൃക്ഷത്തോടടുക്കരുത്. ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. അപ്പോൾ ഈ ശൈലി ഫലാ തഖ്റബൂഹ എന്നുള്ളത് നോമ്പിൻ്റെ വിഷയത്തിൽ, നോമ്പുകാരുടെ വിഷയത്തിൽ വിലക്കുകൾ വന്നത്, ആ വിലക്കുകൾ ഏറെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖ്റബൂഹ, ഹ എന്ന് പറഞ്ഞാൽ ഈ ഹുദൂദുള്ള, അതിലേക്കാണ് അതിൻ്റെ മടക്കം. അതിനോട് നിങ്ങൾ അടുത്തു പോകരുത്. ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. കദാലിക്, ഇതുപോലെ എന്നാണ്, മിസ്ലു ദാലിക്, ഇത് പ്രകാരം, യുബയ്യിനുല്ലാഹു ആയാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു, യുബയ്യിനുള്ള ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളെ, ലിന്നാസ്, ആളുകൾക്ക്, ജനങ്ങൾക്ക്, ലഅല്ലഹും യത്തഖൂൻ, ലഅല്ലഹും, ലഅല്ല എന്നുള്ളതിൽ തഅലീൽ, ലഅല്ലഹും യത്തഖൂൻ, യത്തഖൂൻ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവരാവുക, തഖ്വയുള്ളവരാകുന്നു, തഖ്വയുള്ളവരാകും. വർത്തമാന ഭാവി കാലക്രിയാണ് ഇത്തഖ യത്തഖി യത്തഖൂൻ. അപ്പോൾ ലഅല്ലഹും യത്തഖൂൻ എന്ന് പറഞ്ഞാൽ അവർ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ഇവിടെ ലഅല്ല എന്നുള്ളതിൽ ഇത്തറജി, ആയേക്കാം എന്ന ആശയത്തെ ദ്യോതിപ്പിക്കാനല്ല, പിന്നെയോ അവർ തഖ്വയുള്ളവരാകും, അതിനു വേണ്ടി, അത് തീർപ്പാക്കാനും ഉറപ്പിക്കാനാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ നമുക്കറിയാം, രണ്ടുണ്ട്. അൽ ആയാത്തുൽ കൗനിയ, പ്രാപഞ്ചികമായ ആയത്തുകൾ, ഷംസ്, ഖമർ, സമാ, അർദ് തുടങ്ങി അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ. പിന്നെ അള്ളാഹുവിൻ്റെ ആയത്തുണ്ട് മറ്റൊരു വകുപ്പ്, അത് ആയാത്തുൻ മത്ലൂവ, പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകൾ. ആയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്, അർത്ഥം അലാമത്ത് എന്നാണ്, അടയാളം, അലാമത്ത്. ഇവിടെ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശം വിശുദ്ധ വചനങ്ങളാണ്, പാരായണം ചെയ്യപ്പെടുന്ന സൂക്തങ്ങളാണ്. അള്ളാഹു തൻ്റെ ആയത്തുകളെ ഇതുപോലെ വ്യക്തമാക്കുന്നു എന്നാണ്. കദാലിക്, നോക്കൂ നിങ്ങൾ എത്ര വ്യക്തതയിലാണ് നോമ്പിൻ്റെ വിഷയങ്ങൾ പ്രതിപാദ്യമായത്. 4 വചനങ്ങളിൽ, അതിനിടയിൽ ദുആഇൻ്റെ വചനം വന്നു. അപ്പോൾ 5 ആയത്തുകളിൽ, 5 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു നോമ്പിൻ്റെ വിധികൾ, നോമ്പിൻ്റെ വിലക്കുകൾ, നന്നായിട്ടുള്ള വിശദീകരണം. അതിലേക്ക് ചൂണ്ടിയാണ് പറയുന്നത് കദാലിക് യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസ്. എന്തിന്? ആളുകൾ തഖ്വയുള്ളവരാകാൻ, ഇതിലൂടെ ആളുകൾക്ക് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നിർവഹിക്കാനാകും. ആളുകൾ എന്ത് വേണം? അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിക്കണം. തഖ്വ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് വിഖായത്ത്, മറ സ്വീകരിക്കലാണ്. വിഖായയിൽ നിന്നാണ് ഈ ക്രിയകളൊക്കെ വിൽപ്പനാകുന്നത്. ഇത്തഖായത്തഖി, വഖായഖി, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിയിൽ നിന്ന് മറ സ്വീകരിക്കൽ, അള്ളാഹുവിൻ്റെ അവാമിർ, കൽപ്പനകൾ പാലിച്ചുകൊണ്ടും, നവാഹി, വിലക്കുകൾ, അതിൽ നിന്ന് വിട്ടകന്നുമാണ്. അങ്ങനെയുള്ളൊരു ജീവിതത്തിന്
അതിൻ്റെ സാക്ഷാത്കാരത്തിന്, അതിൻ്റെ പോഷിപ്പിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവതരിപ്പിച്ചു. അത് വ്യക്തമാക്കി ഇതാണ് ഇവിടെ ഉണർത്തുന്നത്. ധാരാളം വിഷയങ്ങളുള്ള ഏതാനും വചനങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത്. എന്നാലും സൂക്ഷ്മമായി കുറേ മസലകൾ ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പഠിച്ചു പോയിട്ടില്ല. ആയത്തിൻ്റെ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, വിധികളാണ് നമ്മൾ പരാമർശിക്കുകയുണ്ടായത്. നോമ്പ് നിർബന്ധമാക്കിയ വചനം, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പിൻ്റെ വചനങ്ങൾ പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഇവിടെ ലഅല്ലഹും യത്തഖൂൻ, നോമ്പ് നിയമമാക്കിയത് തഖ്വയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. തുടക്കത്തിലും ഒടുക്കത്തിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു. തഖ്വ അള്ളാഹ്ക്ക് അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടും അവൻ്റെ വിരോധങ്ങളിൽ നിന്ന് വിട്ടകന്നുമുള്ള ജീവിതം, അതാണ് ഭക്തി ജീവിതം, സൂക്ഷ്മ ജീവിതം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം. ഒരു മസ്അല ഈ ആയത്തിൻ്റെ ഒടുവിൽ നമുക്കിവിടെ പ്രത്യേകം മനസ്സിലാക്കാനുണ്ട്. അതെന്താണ്? ഭക്തി ജീവിതത്തിന്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന്, സൂക്ഷ്മ ജീവിതത്തിന്, വൈവാഹിക ജീവിതം, ദാമ്പത്യ ജീവിതം അത് വിഘ്നമോ തടസ്സമോ അല്ല എന്നത് ഈ ആവർത്തിച്ചുള്ള പ്രയോഗവും അതേപോലെ തന്നെ ഈ കോർവയിൽ ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലഹും യത്തഖൂൻ എന്നുള്ള ഈ പ്രയോഗവും വിളിച്ചറിയിക്കുന്നു. ചില ആളുകൾ ഭക്തി ജീവിതത്തിന് വ്രതാനുഷ്ഠാനം നിഷ്കർഷമായി പാലിക്കും. എന്നിട്ട് ഈ ഭക്തി ജീവിതത്തിൻ്റെ സാക്ഷാത്കാരത്തിന് അവർക്ക് കുടുംബജീവിതമില്ല, ദാമ്പത്യ ബന്ധമില്ല. ചിലർ വൈവാഹിക ജീവിതം തന്നെ തങ്ങൾക്ക് വിലങ്ങി, ബ്രഹ്മചര്യം. ചിലർ വൈവാഹിക ജീവിതത്തിൽ കാലെടുത്ത് വച്ചവരാണ് എങ്കിൽ പിന്നെ ഭാര്യമാരുടെ വിഷയത്തിൽ വിരക്തി, ദാമ്പത്യ ബന്ധത്തിൽ അതൃപ്തി. ഇങ്ങനെയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഭക്തി ജീവിതത്തിന് വ്രതാനുഷ്ഠാനം നിയമമാക്കിയ ഇസ്ലാം ആ വ്രതാനുഷ്ഠാന നാളുകളിൽ പകലിൽ ലൈംഗിക ബന്ധങ്ങളും ചേഷ്ടകളും വിലക്കിയെങ്കിലും രാവിൽ ഉഹില്ല ലക്കും ലൈലത സിയാമി റഫസു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ എന്ന് പറഞ്ഞ് ദാമ്പത്യ ജീവിതം, ഭക്തി ജീവിതത്തിന് ഒരിക്കലും ഒരു വിഘ്നമോ തടസ്സമോ അല്ല. നോമ്പിൻ്റെ രാവുകളിൽ ആ ജീവിതത്തിന്, ദാമ്പത്യത്തിന് അനുവാദം നൽകുകയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, ഫൽ ആന ബാശിറൂഹുൻ വബ്തഗു മാ കതബല്ലാഹു ലക്കും. നമ്മൾ പഠിച്ചു പോയതിൻ്റെ വിശദീകരണങ്ങൾ. നിങ്ങൾ സ്ത്രീകളെ പ്രാപിക്കണം എന്നുള്ള അനുവദനീയമായിട്ടുള്ള ആ ആഹ്വാനം. ഇസ്ലാം ദീനിൻ്റെ ഒരു മഹത്വവും സൗന്ദര്യവുമാണ് ഇത് അറിയിക്കുന്നത്. വൈവാഹിക ജീവിതം, ദാമ്പത്യം ഒരിക്കലും ഭക്തിക്കോ തഖ്വക്കോ തടസ്സമേ അല്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം ശക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഖൗല ബിൻത് ഹക്കീമിൻ്റെ അടുക്കലേക്ക് വീട്ടിലേക്ക് കടന്നു ചെന്നൊരു സംഭവമുണ്ട്. അന്ന് ഖൗല വളരെ വിരക്തമായൊരു ജീവിതത്തിലാണ്. വേഷഭൂഷാദികളും രൂപവുമൊക്കെ ആകെ വർജ്യമായ രീതിയിൽ. അപ്പോൾ ഖൗലയോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വിഷയം? അന്ന് ഖൗല പറഞ്ഞത്, സൗജി യഖൂബുൽ ലൈൽ വയസൂമുൻ നഹാർ. എൻ്റെ ഭർത്താവ് ഉസ്മാൻ ബിൻ മദ്ഊൻ രാത്രി നിസ്കാരം, എല്ലാ പകലിലും വ്രതാനുഷ്ഠാനം, ഇങ്ങനെ കഴിയുന്നൊരു ഭർത്താവാണ്.
അപ്പോൾ രാവിലും പകലിലും ഒരു ദാമ്പത്യ ജീവിതത്തിന് ഞാനുമായി അടുക്കാത്ത ഭർത്താവാണ്, പിന്നെ ഞാൻ ആർക്ക് വേണ്ടി മാറ്റി ഒരുങ്ങണം, ചമയണം? ഇതായിരുന്നു ഖൗലയുടെ പ്രതികരണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഇത് പറഞ്ഞു, ഖൗലയുടെ ഈ ഒരു വിഷയം. അപ്പോൾ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഉസ്മാൻ അറഗിബ്ത അൻ സുന്നത്തി, ഉസ്മാൻ അങ്ങേക്ക് എൻ്റെ സുന്നത്തിനോട് വിരക്തിയായോ, അപ്രിയമായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ പറയാൻ, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് വലാകിൻ സുന്നതക അത്ലബ്, തിരുദൂതരെ ഒരിക്കലുമില്ല, അള്ളാഹയാണ് സത്യം, അങ്ങയുടെ സുന്നത്താണ് ഞാൻ അന്വേഷിക്കുന്നത്, ആ മാർഗേണയാണ് ഈ രാത്രി നിസ്കാരവും പകലിലെ നോമ്പെടുപ്പും ഒക്കെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്, ഫ ഇന്നി ഉസല്ലി വ അനാം, ഞാൻ രാത്രി നിസ്കരിക്കും, രാത്രിയിൽ ഞാൻ ഉറങ്ങുകയും ചെയ്യും, വ അസൂമു വ ഉഫ്തിർ, ഞാൻ പകലിൽ നോമ്പെടുക്കാറുണ്ട്, പക്ഷേ എനിക്ക് നോമ്പെടുക്കാത്ത പകലുകളുമുണ്ട്, വ അൻകിഹുൻ നിസ, ഞാൻ ഭാര്യമാരെ പ്രാപിക്കാറുണ്ട്, അമാ ലക ഫിയ ഉസ്വത്തുൻ, അതുകൊണ്ട് അങ്ങേക്ക് എന്നിൽ മാതൃകയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഫവല്ലാഹ് ഇന്നി അഖ്ശാകും ലില്ലാഹ് വ അഹ്ഫദുകും ലിഹുദൂദിഹി, അള്ളയാണ് സത്യം, ഞാൻ നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭയക്കുന്നവൻ, അള്ളാഹുവിൻ്റെ ഹദ്ദുകൾ, വിധി വിലക്കുകൾ കാത്തു സൂക്ഷിക്കുന്നവൻ. ഇതൊക്കെ അദ്ദേഹത്തോട് ഉസ്മാൻ ഇബ്നു മദ്ഊനിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫത്തഖില്ലാഹ യാ ഉസ്മാൻ, അതുകൊണ്ട് ഉസ്മാൻ അള്ളാഹുവെ സൂക്ഷിക്കണം, അള്ളാഹുവിൽ തഖ്വ വേണം. ഫൈന ലി അഹ്ലിക അലൈക ഹഖ, ഭാര്യയ്ക്ക് നിങ്ങളിൽ അവകാശമുണ്ട്, വ ഇന്ന ലി ദൈഫിക അലൈക ഹഖ, അതിഥികൾക്ക് താങ്കളിൽ അവകാശമുണ്ട്, വ ഇന്ന ലി നഫ്സിക അലൈക ഹഖ, താങ്കളുടെ ശരീരത്തിന് താങ്കളിൽ അവകാശമുണ്ട്, ഫസും വ അഫ്തിർ, അതുകൊണ്ട് നോമ്പെടുക്കൂ, നോമ്പെടുക്കാത്ത ദിവസങ്ങളും ഉണ്ടാകട്ടെ, വസല്ലി വനം, രാത്രി നിസ്കരിക്കൂ, ഉറങ്ങുകയും ചെയ്യൂ. ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. അതുഅ്മിനു ബിമാ നുഅ്മിനു ബിഹ്, നമ്മൾ വിശ്വസിച്ച് അംഗീകരിക്കുന്നത് താങ്കളും വിശ്വസിച്ച് അംഗീകരിക്കുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്. അപ്പം നാം യാ റസൂലല്ലാഹ്, തിരുദൂതരെ അതെ എന്ന് പറഞ്ഞപ്പോൾ, ഫസ്ന കമാ നസ്ന, നമ്മൾ ചെയ്യുന്നത് പോലെ താങ്കളും ചെയ്തോ. ഫഇന്നി ലം ഉമർ ബിർറഹ്ബാനിയ, ഞാൻ റഹ്ബാനിയത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടില്ല. റഹ്ബാനിയത്ത് എന്ന് പറഞ്ഞാൽ സന്യാസ ജീവിതം, ബ്രഹ്മചര്യം, അത് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊനിനെ തിരുത്തി എന്നാണ് ചരിത്രം. ഈ സംഭവം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു കേട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിമീങ്ങളിൽ ചിലർ ഉസ്മാൻ ഇബ്നു മദ്ഊനിനെ പോലെ ഒരു സന്യാസ ജീവിതം ഉദ്ദേശിച്ചിരുന്നു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളൊക്കെ ഷണ്ഡീകരിച്ച് പിന്നെ ബ്രഹ്മചര്യം അല്ലെങ്കിൽ സന്യാസ ജീവിതം ആചരിക്കാൻ ഭാവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശക്തമായി വിലക്കി. ഞാൻ ഈ ഒരു കഥ ഇവിടെ ഓതിയത്, ഇതുപോലെ പല സംഭവങ്ങളുമുണ്ട്. ഒരിക്കലും തഖ്വയിൽ അധിഷ്ഠിതമായൊരു ജീവിതത്തിന്, ഭക്തി ജീവിതത്തിന് ദാമ്പത്യം ഒരു തടസ്സമേ അല്ല. അത് നമ്മുടെ ദീൻ പഠിപ്പിച്ചു, അതിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ആചരിച്ചു, അനുഷ്ഠിച്ചു, തെളിയിച്ചു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ബഹുഭാര്യമാരെ സ്വീകരിച്ച് എങ്ങനെ ഭക്തിയിൽ ജീവിക്കണം എന്നത് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ മാതൃക കാഴ്ചവെച്ച മഹാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅല്ലഹും യത്തഖൂൻ, ലഅല്ലക്കും തത്തഖൂൻ എന്നിങ്ങനെ ആവർത്തിച്ച് പ്രയോഗിച്ചതിൽ നിന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമായതിനാലാണ് ഈ അവസാനത്തിൽ ആ ഒരു ഭാഗം ഉണർത്തിയത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ 16ാമത്തെ മൊഡ്യൂൾ 39 ക്ലാസ്സുകളുമായി നമ്മൾ തുടർന്നു. ഈ മൊഡ്യൂൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് 17ാമത്തെ മൊഡ്യൂൾ ഇൻഷാ അല്ലാഹ് തുടരാം. ഈ ഒരു മൊഡ്യൂളിൽ നമ്മളോടൊപ്പം പഠിതാക്കളായി, ശ്രോതാക്കളായി
തുടർന്നവർ, സഹായികളായി വർത്തിച്ചവർ, ഗുണകാംക്ഷികളായി ഒപ്പം നിന്നവർ, ദുആ ചെയ്ത് സഹായിച്ച് ഇതിൻ്റെ പ്രചാരകരായവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കുമുള്ള പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ ഗുണകാംക്ഷികളായി അള്ളാഹുവിൻ്റെ അടുപ്പക്കാരും സ്വന്തക്കാരുമായി പരലോകത്ത് ഒരുമിച്ച് കൂടാൻ നമ്മളെ എല്ലാവരെയും നാഥൻ സഹായിക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം കനിയുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.